വെൽക്കം ടു ഇലക്ട്രിക്കൽ എൻജൂസ് ഓൺ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കാണുന്നുണ്ടാവും. അതല്ലാതെ നിങ്ങളുടെ ഫോണിൽ എന്താ PSC ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതായത് കാറ്റഗറി നമ്പർ 439/2022, അതായത് KSEBയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലേക്ക് എന്താ അവർ ഏകദേശം ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഓൾറെഡി അപ്ലോഡ് ചെയ്തവരാണെങ്കിൽ അതിൽ വേറെ അധികം എക്സ്ട്രാ ഡോക്യുമെന്റ്സ് ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ അതേപോലെ വെക്കാം. അല്ലാത്തവർ പുതിയതായിട്ട് ഇതുവരെ വണ്ടി വെരിഫിക്കേഷൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ എന്താ അത് കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി വണ്ടി വെരിഫിക്കേഷൻ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ എന്താ അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. എക്സ്ട്രാ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊന്നും അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ SLC, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്, അതേപോലെ SSLC +2, അതുപോലെ BTech. ഓക്കെ, അത്രയും ഡോക്യുമെന്റ്സ് ആണ് മെയിൻ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഏതെങ്കിലും റിലാക്സേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ ആ ഒരു ഡോക്യുമെന്റ്സും കൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നിങ്ങളെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? കുറെ പേർക്ക് എന്താ മെസ്സേജ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റാവുന്നതാവും. ഓക്കെ, അപ്പൊ അവിടെ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് എന്താ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എത്ര വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ 419/2022 ഇതുവരെ 6 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 190ഓളം വേക്കൻസീസ് ഉണ്ടല്ലേ. അപ്പോൾ വേക്കൻസി എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോ നിങ്ങൾ താഴെ എന്തെങ്കിലും കമന്റ് ചെയ്യാം. ഓക്കെ, അതായത് എത്ര ജനറൽ കാറ്റഗറിയിൽ എത്ര പേർക്ക് മെസ്സേജ് വന്നു, അതേപോലെ റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ എത്ര മാർക്ക് വരെ മെസ്സേജ് വന്നു എന്നുള്ള രീതിയിലൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കട്ട് ഓഫ് എത്രത്തോളമാണ് വന്നതിലായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.